സംസ്ഥാനത്തെ മുൻ DGP ജേക്കബ് തോമസ് RSSൽ കൂടുതൽ സജീവമാവുകയാണ്. ഒക്ടോബർ 1-ന് കൊച്ചിയിൽ നടക്കുന്ന RSS പദസഞ്ചലനത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. പോലീസിൽ നിന്ന് വിരമിച്ച ജേക്കബ് തോമസ് 2021-ൽ BJPയിൽ ചേർന്നു. ജേക്കബ് തോമസ് തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജേക്കബ് തോമസ്, താങ്കൾ നേരത്തെ തന്നെ RSSന്റെ BJPയുടെ ഭാഗമായിരുന്നു. RSSൽ കൂടുതൽ സജീവമാകുന്നു എന്നതാണ്. പദസഞ്ചലനത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും RSS 100 വർഷമായ ഒരു കാലമാണ് ഇപ്പോൾ. 1925-ൽ തുടങ്ങിയ വലിയൊരു ലോകത്തിലെ ഏറ്റവും വലിയൊരു NGO ആണ് RSS. അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് 1997 മുതൽ ഞാൻ RSSുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോൾ ഈ 100-ാം വർഷമാകുന്ന ഈ ഒരു വേളയിൽ ഒരു RSSനോട് ചേർന്ന് ഞാൻ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ RSS ഏത് ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞാലും ഞാൻ ഇനി അത് ചെയ്യുന്നതായിരിക്കും. പൂർണ്ണ സമയവും RSSന് വേണ്ടി പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടാൽ അതും ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്കൾ റിട്ടയർമെന്റിന് ശേഷം പുതിയ രാഷ്ട്രീയ നിലപാടുകളും ഒക്കെ താങ്കൾ പരസ്യമായി പറഞ്ഞതിന് ശേഷവും ഒരു ഇടവേള ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത്ര കണ്ട് സജീവമായി പിന്നീട് പൊതുരംഗത്തേക്ക് വന്നിരുന്നില്ല. ആ ഇടവേളയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അങ്ങ് സജീവമാവുകയാണോ ഇനി? കേരളത്തില് ജനങ്ങള് ഇപ്പോൾ കുറേയധികം പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോവുകയാണല്ലോ. അപ്പോൾ നമുക്ക് അതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു രാജ്യസ്നേഹിയായ ഒരാൾക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ RSS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാരതത്തെ നമ്മോട് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഭാരതത്തെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരാൾക്ക് കേരളത്തിലെ ഇന്ന് കാണുന്ന ഭരണത്തിന്റെ ഒരു പരിണിത ഫലമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ഇതൊന്നും ബാധിക്കുന്നില്ല, നമ്മളൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഓക്കെ, സാധാരണ ഈ BJPയുടെയും RSSന്റെയും പ്രവർത്തനം രണ്ട് രീതിയിലാണല്ലോ. താങ്കളുടെ ഒരു പ്രവർത്തന മേഖല RSSൽ കേന്ദ്രീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അതോ BJPയുടെ സംഘടനാ ഭാഗമായിരിക്കുമോ? അതിന്റെ ഭാഗമായി ഞാൻ കൂടുതലും എൻ്റെ ഒരു മനസ്സ് RSSന്റെ ആ ഒരു യഥാർത്ഥ RSSന്റെ ആദർശങ്ങളോടും പ്രവർത്തന രീതികളോടും ഒക്കെ ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ അത് RSS എനിക്ക് ഒരു ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് RSSന്റെ ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്യുന്നതിനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതെന്റെ മനസ്സിന്റെ ഇഷ്ടമാണ്. പക്ഷെ അത് എന്റെ ഇഷ്ടം മാത്രമല്ലല്ലോ നമ്മളൊരു സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇത്തരം ഒരു മുഖ്യധാരയിലായിട്ട് കൂടുതൽ സജീവമായി വരുമ്പോൾ ഒരുപക്ഷെ നേരത്തെ ചില ഡിസ്കഷൻ ഈ നേതൃത്വമായൊക്കെ നടത്തിയിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? എന്താണ് ചുമതല, എന്തായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ? ഇല്ലില്ല, ഒന്നുമില്ല. വളരെ ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ദേശീയതയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക, ഭാരതത്തെ ഹൃദയത്തോടൊപ്പം ചേർക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് എന്റെ മനസ്സിലുള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറം ഒന്നും എന്റെ മനസ്സിലില്ല. അപ്പൊ അത് പണ്ട് മുതലേ എന്റെ മനസ്സിലുള്ളതാണ്. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു വളരെ ഓപ്പണായിട്ട് ആക്റ്റീവായിട്ട് RSS ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും പറയുന്ന ഏത് കാര്യവും ഇവൻ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അതും ചെയ്യാൻ സന്നദ്ധനായിട്ട് തന്നെയാണ് ഇപ്പോഴുള്ള ഒരു നീക്കം. ഒരു കാര്യം കൂടി, ഈ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണ്, രാഷ്ട്രത്തെ സംബന്ധമാണ്, അതിൽ തെരഞ്ഞെടുപ്പ് കൂടിയുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൂടെ അത് താങ്കൾ ഉദ്ദേശിക്കുന്ന ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമാവുമോ? അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെയാണ്. ഒന്ന്, നമ്മളുടെ ഭാരതത്തിന്റെ ഒരു ഉന്നതിക്കും അതിലെ മനുഷ്യരുടെ ഒരു ക്ഷേമത്തിനുമൊക്കെ ഒരു ഭരണം വളരെ വളരെ മോശമാണ് എന്ന് കുറേയധികം മനുഷ്യര് അവരുടെ മനസ്സിലെ ചിന്തകളിലൊക്കെ അങ്ങനെ വരികയാണെങ്കിൽ അപ്പൊ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കണമെന്ന് നമ്മളോട് നമ്മുടെ സംഘടന RSS ആവശ്യപ്പെട്ടാൽ അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാമല്ലോ. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള സാധ്യത എന്തായാലും തള്ളിക്കളയാൻ കഴിയില്ല.
അത് അല്ല ഒരു പ്രധാന കാര്യം. നമുക്ക് സംഘത്തിന് RSSന് പ്രവർത്തിക്കാൻ കുറേയധികം മേഖലകളുണ്ട്. ഇപ്പോൾ സേവാഭാരതിയെ പറ്റി കേട്ടിട്ടുണ്ടാകും. അത് ഒരിക്കലും അതിനകത്ത് രാഷ്ട്രീയമില്ലാതെ, അതുപോലെ വനവാസി കല്യാണ്, നാഷണൽ ടീച്ചേഴ്സ് യൂണിയന്, ഭാരതീയ വിചാര കേന്ദ്രം, അങ്ങനെ എന്തെല്ലാം കുറേയധികം സംഘടനകൾ നമ്മുടെ ഭാരതത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും ഒക്കെ വേറെ ഒരു ചിന്തയുമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലും. അപ്പോൾ അത് മേഖലകൾ കുറേയധികം ഉണ്ട്. യെസ്, എന്തായാലും വളരെ നന്ദി ജേക്കബ് തോമസ് പ്രതികരിച്ചു. അദ്ദേഹം RSSൽ സജീവമായി